എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വാട്ടർ ലില്ലിയുടെ സെയിലും പിന്നെ ലോട്ടസിൻ്റെയൊക്കെ കുറച്ച് വിശേഷങ്ങളുമാണുള്ളത്. വാട്ടർ ലില്ലി നമുക്ക് കുറച്ച് പ്ലാന്റുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. അതിൻ്റെ പിക്കൊക്കെ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെയും കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഏതെങ്കിലും പ്ലാന്റുകൾ വേണമെങ്കിൽ ഓർഡർ ചെയ്യുക. 80 രൂപ മുതൽ 250 രൂപ വരെ റേറ്റുള്ള പ്ലാന്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ ഈ കാണുന്നത് ഗ്രീൻ പിസ്ത എന്ന് പറയുന്ന വെറൈറ്റിയാണ്. നല്ലൊരു വെറൈറ്റിയാണ് ഗ്രീൻ പിസ്ത. ഇതിനകത്തിപ്പോൾ നേരത്തെ ഒരു ഫ്ലവർ ഉണ്ടായിരുന്നു. ഇപ്പോൾ 2 ബഡ് ഒന്നിച്ചുണ്ടായി. അതിലൊരെണ്ണം ഞാൻ നേരത്തെ വിരിയിച്ച് കൊടുത്തില്ല. തനിയെ നിന്ന് കുറച്ച് വാടിപ്പോയി. മഴയൊക്കെ കാരണം അത്ര ശ്രദ്ധിച്ചില്ല. അതാണ് ആ വാടി നിൽക്കുന്നത്. അത് കുറച്ചുകൂടെ വലിയ ഫ്ലവർ ആകേണ്ടുന്നതായിരുന്നു. അത് തനിയെ പൊഴിഞ്ഞു പോയി. ഇതിപ്പോൾ നല്ല ഒരു ഗ്രീൻ ഷെയ്ഡ് വരുന്ന ബഡാണ് ഗ്രീൻ പിസ്തയുടേത്. പക്ഷേ നമ്മളത് വിരിഞ്ഞ് കാണുമ്പോൾ കുറച്ചുകൂടി വൈറ്റ് ഷെയ്ഡായിട്ട് മാറും. പെറ്റൽസിന് കുറച്ച് വൈറ്റ് ഷെയ്ഡാണ്. എങ്കിലും ബഡ് കാണാനാണ് ഒന്നും കൂടി ഭംഗിയെന്ന് തോന്നുന്നു. അതിപ്പം വിരിയിച്ച് കൊടുത്തപ്പോഴത്തേക്ക് പെറ്റൽസൊക്കെ 2-3 എണ്ണമൊക്കെ പൊഴിഞ്ഞു പോയപ്പോഴും ഗ്രീൻ പിസ്ത എന്ന് പറയുന്നത് നമ്മൾ വിരിയിച്ച് കൊടുക്കേണ്ടുന്ന ഒരു വെറൈറ്റിയാണ്. അത്യാവശ്യം വലിയ ഫ്ലവറാണ് അതിനകത്തുള്ളത്. പ്രത്യേകിച്ച് വളങ്ങളൊന്നും ചേർത്തിട്ടില്ല. ചാണകപ്പൊടി മാത്രമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എങ്കിൽ നല്ല രീതിയിൽ തന്നെ വളർന്ന് കിട്ടുകയും അതുപോലെ തന്നെ ഫ്ലവറൊക്കെ ഉണ്ടാവുകയും ചെയ്തു. ഇതിപ്പോൾ 3ാമത്തെ ഫ്ലവറാണ്. ട്യൂബറൊക്കെ ആയതിനു ശേഷം നമ്മൾ സെയിലിനിടുന്നതായിരിക്കും. കുറച്ച് സമയം എടുത്തിട്ടാണ് ഞാനത് വിരിയിച്ച് കൊടുത്തിട്ട്. അത് മഴയായത് കാരണം നല്ലതുപോലെ വീഡിയോ എടുക്കാനും പറ്റിയിട്ടില്ല. എങ്കിൽ അതിൻ്റെ ഫ്ലവറിൻ്റെ പിക്കൊക്കെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് സമയം കിട്ടിയപ്പോൾ വീഡിയോ എടുത്തതാണ്. മഴ കാരണം മിക്ക ഫ്ലവറുകളും ചീത്തയായി പോകുന്നുണ്ട്. മിക്ക ലോട്ടസിലും ഇപ്പോഴും ഫ്ലവറുണ്ട്. പക്ഷേ ഇതിൻ്റെ തണ്ടിന് നല്ല നീളമാണ്. ഞാനത് ഒടിഞ്ഞു പോകാതിരിക്കാൻ നന്നായിട്ട് കെട്ടിയൊക്കെ വെച്ചിരിക്കുകയാണ്. അഖിലയുടെ കൂട്ട് തന്നെ ഇതിന് നല്ല നീളമുള്ള തണ്ടും അതുപോലെ തന്നെ ബഡിൻ്റെ ഷേപ്പും അതുപോലെയൊക്കെ നീളമുള്ള ബഡാണ്. റൗണ്ട് ഷേപ്പല്ല. പെറ്റൽസിന് നല്ല നീളമാണ്. അതിൻ്റെ ഉള്ളിലോട്ട് ഒരുപാട് കുഞ്ഞ് പെറ്റൽസ് ഉണ്ട്. കണ്ടാൽ തന്നെ അറിയാം. സീഡ് പോഡിന് കുഞ്ഞ് യെല്ലോ കളറുള്ള സീഡ് പോഡാണുള്ളത്. നല്ല ഭംഗിയാണ് നേരിട്ട് കാണാൻ. അത് മുഴുവനായിട്ട് നല്ല രീതിയിൽ നമുക്ക് വിരിയിച്ച് കൊടുക്കാൻ സാധിക്കത്തില്ല. അത്രയും തിക്കായിട്ടുള്ള പെറ്റൽസാണ് ഉള്ളിലോട്ടുള്ളത്. ഉള്ളിലോട്ട് കുറച്ച് കുഞ്ഞ് പെറ്റൽസാണുള്ളത്. എങ്കിൽ അത് നല്ല തിക്ക് പെറ്റൽസാണ്. നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് ഗ്രീൻ പിസ്ത എന്ന് പറയുന്ന വെറൈറ്റിക്ക്. അതുപോലെ കുറച്ച് വേറെ ഇതുപോലെ വൈറ്റ് ഷെയ്ഡൊക്കെ വരുന്ന വെറൈറ്റീസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വിരിയുന്നതനുസരിച്ച് നമ്മൾ വീഡിയോ ഒക്കെ ഇടുന്നതായിരിക്കും. ഇപ്പം തന്നെ നിങ്ങൾക്കറിയാമല്ലോ, നല്ല ഭംഗിയാണ് അത് കാണാനായിട്ട്. നല്ല പൊക്കത്തിൽ നിൽക്കുന്നത് കൊണ്ട് നല്ല എടുപ്പാണ് കാണാൻ. യെല്ലോ കളറിലെ സീഡ് പോഡാണുള്ളത്. സീഡ് പോഡിൻ്റെ വീഡിയോ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അതെങ്ങനെ ഫ്ലവർ അങ്ങനെയുള്ള ഷേപ്പിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് നല്ലതുപോലെ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ അതുപോലെ തന്നെ വാട്ടർ പ്ലാന്റും വാട്ടർ ലില്ലീസും ഒക്കെ വേണ്ട കൂട്ടുകാർ ചോദിക്കുക. കൊളോക്കേഷ്യ പ്ലാന്റൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. ഒരുപാട് ഇൻഡോർ പ്ലാന്റ്സിൻ്റെയും ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ നേരത്തെ ഇട്ടിട്ടുണ്ട്. അപ്പം ഫ്ലവറിങ് പ്ലാന്റൊക്കെ വേണ്ട കൂട്ടുകാർക്ക് ചോദിക്കുക. അതിൻ്റെയൊക്കെ കുറഞ്ഞ റേറ്റിൽ തൈകളുണ്ട്. നേരത്തെയുള്ള വീഡിയോ ഒക്കെ ഒന്ന് കണ്ടതിന് ശേഷം വേണ്ടവർ ഓർഡർ ചെയ്യുക. അതുപോലെ വാട്ടർ പ്ലാന്റ് കോംബോ അവൈലബിൾ ആണ്. 100 രൂപ മുതൽ നമ്മൾ പ്ലാന്റുകളൊക്കെ തരുന്നതായിരിക്കും. ഇപ്പോഴാണ് അതിൻ്റെ ഫുൾ ഷേപ്പ് കിട്ടിയത്. നല്ല ഭംഗിയാണ് നേരിട്ട് കാണാൻ. ഇനിയും നമ്മൾ ഇതിൻ്റെ വീഡിയോ എടുത്ത് ഫ്ലവർ ഉണ്ടാകുന്നതനുസരിച്ച് ഇടുന്നതായിരിക്കും. അതുപോലെ തന്നെ വൈറ്റും ഗ്രീനും കൂടി കയറി വരുന്നതിനാൽ നല്ലൊരു കളർ കോമ്പിനേഷൻ കയറി വരും. ബട്ടർ മിൽക്കിന് അത്ര ഗ്രീനല്ല, എങ്കിലും നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ കാണാനായിട്ട്. വൈറ്റ് പിയോണിയുടെ ഷേപ്പൊക്കെ തന്നെ തോന്നിക്കും. പക്ഷേ ഗ്രീനും കൂടി കലർന്ന് വരുന്നത് കൊണ്ട് ഒന്നുകൂടി എടുപ്പാണ്. പിന്നെ നമുക്ക് വാട്ടർ ലില്ലിയുടെ സെയിലിന് കുറച്ച് പ്ലാന്റുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പം വാട്ടർ ലില്ലിയൊക്കെ നടുമ്പോൾ അറിയാത്തവർ ചോദിച്ചിട്ട് മാത്രം നടുക. പിന്നെ മണ്ണും ചാണകപ്പൊടിയും മാത്രം ഉപയോഗിച്ചാൽ മതി വാട്ടർ ലില്ലിക്ക്. ഇപ്പം മഴയൊക്കെ ആയതിനാൽ കുറച്ചുകൂടി നമ്മൾ ശ്രദ്ധിക്കണം. വാട്ടർ ലില്ലിയൊക്കെ പോട്ട് ചെയ്ത് നല്ല വെയിലുള്ള സ്ഥലത്ത് വെച്ചാൽ നല്ല വേഗത്തിൽ തന്നെ ഫ്ലവർ ഉണ്ടാവും. തുടക്കക്കാർക്ക് പറ്റിയ വെറൈറ്റികളായ വിവിപാരസ്,
വെറൈറ്റികൾ 2-3 എണ്ണം ഉണ്ട്. ബ്ലൂ വിസിൽ, ഡൗബന്, മിക്രാന്താ ഇസ്ലാമോറോഡ ഇതെല്ലാം ഉണ്ട്. അപ്പോൾ കുറഞ്ഞ റേറ്റിൽ അതൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകും. വേണ്ടവർ ചോദിക്കുക. DTDC വഴിയാണ് നമ്മൾ പ്ലാന്റുകളൊക്കെ അയച്ചു തരുന്നത്. അതിൻ്റെ സീഡ് പോഡിൻ്റെ പിക്ക് ഞാൻ എടുക്കാൻ നോക്കിയിട്ട് അത്ര അങ്ങോട്ട് പറ്റിയില്ല. എങ്കിലും യെല്ലോ കളറിലെ സീഡ് പോഡ് നല്ല ഭംഗിയാണ് നമുക്ക് ഈ ഫ്ലവർ നേരിട്ട് കാണാൻ. തിക്കായിട്ടുള്ള പെറ്റൽസാണ് അതിൻ്റെ നടുക്കുള്ളത്. അത് കാരണമാണ് കുറച്ചുകൂടി ഒന്ന് വിരിയണമായിരുന്നു. ഇന്ന് നല്ല മഴയായത് കാരണം നല്ലതുപോലെ വിരിയിക്കാനും പറ്റിയില്ല. ഇത് ഞാൻ ഇന്നലെ എടുത്ത വീഡിയോയാണ്. പിന്നെ ഉള്ളത് കുറച്ച് വാട്ടർ ലില്ലീസിൻ്റെ സെയിലിൻ്റെ വിവരം പറഞ്ഞിരുന്നു. അതിൻ്റെ ഫ്ലവറിൻ്റെ പിക്കുകളോ അതുപോലെ തന്നെ പ്ലാന്റ് സൈസൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട്. ഫ്ലവറിങ് പ്ലാന്റൊക്കെ തന്നെയാണ് സെയിലിന് തരുന്നത്. മിക്രാന്താ ബ്ലൂവിൻ്റെയൊക്കെ ഫ്ലവറിങ് പ്ലാന്റാണ് സെയിലിനായിട്ടുള്ളത്. അതുപോലെ കൊളോക്കേഷ്യ പ്ലാന്റ് 80 രൂപ തൊട്ട് അവൈലബിൾ ആണ്. കൊളോക്കേഷ്യയുടെ ലീഫ് ഇറിഗേഷൻ വരുന്ന പ്ലാന്റുകൾ 80 രൂപ മുതൽ 150-200 രൂപ വരെയൊക്കെ റേറ്റിലുണ്ട്. ഒരുപാട് പ്ലാന്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോഴീ കാണുന്നത് പർപ്പിൾ നാങ്വാങ് എന്നറിയപ്പെടുന്ന വെറൈറ്റിയാണ്. ആ സെയിം പ്ലാന്റാണ് കൊടുക്കാനുള്ളത്. അതിന് 180 രൂപയാണ്. മിക്രാന്താ ബ്ലൂവിന് 80 രൂപ മാത്രമേ ഉള്ളൂ. ഈ പിങ്ക് കളറിലുള്ള വാട്ടർ ലില്ലിക്ക് 200 രൂപയാണ്. ബ്ലൂ വിസിലിന് 130 രൂപ. ഇതൊക്കെ വലിയ പ്ലാന്റുകളാണ് നമ്മൾ തരുന്നത്. ഈ കാണുന്ന പ്ലാന്റിന് 200 രൂപയാണ് റേറ്റ്. ഇതും ലീഫിൽ നിന്നും തൈകളുണ്ടാകുന്ന പ്ലാന്റുകളാണ്. അതുപോലെ തന്നെ ഇസ്ലാമോറോഡയുടെ ഫ്ലവറിങ് പ്ലാന്റിന് 130 രൂപ. ഇതിനും 200 രൂപ തന്നെയാണ് റേറ്റ്. ഇതൊക്കെ വലിയ പ്ലാന്റുകളാണ്. മിക്രാന്താ ബ്ലൂവിൻ്റെ ഫ്ലവറിങ് പ്ലാന്റ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, 80 രൂപ തന്നെയാണ് റേറ്റ്. ട്രോപ്പിക്കൽ സൺസെറ്റിന് 200 രൂപയാണ്. അത് ഫ്ലവറിങ് പ്ലാന്റാണ് തരുന്നത്. ഇത് മിക്രാന്താ ബ്ലൂവിൻ്റെ ഫ്ലവറിൻ്റെ പിക്കാണ്. അപ്പം വാട്ടർ ലില്ലീസ് ഒരെണ്ണം ആയാലും അയച്ചു തരുന്നതാണ്. ഇസ്ലാമോറോഡയുടെ ഫ്ലവറാണ് ഈ കണ്ടത്. പിന്നെ ബുൾസൈയുടെ ഒരു ഫ്ലവറിങ് പ്ലാന്റ് ഉണ്ട്. അതിന് 250 രൂപയാണ് റേറ്റ്. വേണ്ട കൂട്ടുകാർ ചോദിക്കുക.